സിനിമകളുടെ നാടകീയതയ്ക്ക് സിനിമ എന്ന ക്യാൻവാസിൽ ജീവൻ നൽകുകയാണ് വിഖ്യാത സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. 3000-ഓളം വർഷം പഴക്കമുള്ള ഒരു എപ്പിക്കിന് അതിനൂതന സംവിധാനങ്ങളോടെ നൽകുന്ന പുനരാഖ്യാനം ഒഡീസി. ഹോമറിന്റെ കഥയുടെ നോളൻ ആഖ്യാനം എന്ന് തന്നെ വേണം വായിക്കാൻ. എന്നാൽ ഇൻസെപ്ഷനും ഇന്റർസ്റ്റെല്ലാറും സമ്മാനിച്ച് അമ്പരപ്പിച്ച മേക്കർ മിത്തിലേക്ക് ചൂടുമാറ്റുന്നു എന്ന ആദ്യ വാർത്തയിൽ തുടങ്ങി ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ചൂടുപിടിച്ചിരുന്നു. ചിന്തകൾക്ക് അപ്പുറത്തുള്ളതിനെ ചിത്രമായി വരച്ചിട്ട സംവിധായകന്റെ ഹെലൻ ഓഫ് സ്പാർട്ടയാണ് ഒഡീസി വിവാദങ്ങളിലെ ഏറ്റവും മൂർച്ചയേറിയത്. ഗ്രീക്ക് മിത്തോളജി പ്രകാരം ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയായിരുന്നു ഹെലൻ ഓഫ് സ്പാർട്ട. 1000 കപ്പലുകളെ കടലിലിറക്കിയ റാണി. അവരുടെ അസാമാന്യ സൗന്ദര്യമാണ് പതിറ്റാണ്ട് നീണ്ടുനിന്ന ട്രോജൻ യുദ്ധത്തിന് വഴിവെച്ചതെന്നാണ് പുരാണം. അങ്ങനെയെങ്കിൽ എത്ര സുന്ദരിയായിരിക്കണം ഹെലൻ എന്നാണ് ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. നോളന്റെ ഹെലനായി എത്തിയത് കെനിയൻ അഭിനേത്രിയും ഓസ്കാർ ജേതാവുമായ ലുപിത ന്യോങ്കോയാണ്. ലോകം കണ്ട ഏറ്റവും സുന്ദരിയായ സ്ത്രീക്ക് ആഫ്രിക്കൻ വംശജയുടെ മുഖം വരുന്നത് എങ്ങനെയെന്ന് പലരും ആശങ്കപ്പെട്ടു. ഒരു ഗ്രീക്ക് രാജ്ഞിയായി ലുപിതയെ കൊണ്ടുവരുന്നത് ഓസ്കാർ മോഹിച്ചാണെന്നും വിമർശനം ഉയർന്നു. എന്നാൽ ഹെലൻ എന്ന കഥാപാത്രത്തിന്റെ യഥാർത്ഥ രൂപം, മുഖം, ചർമ്മം, കണ്ണുകളുടെ നിറം, മുടിയുടെ നിറം എന്നിവയെക്കുറിച്ച് ഒരു ചരിത്രരേഖയും അവശേഷിപ്പില്ല. വെളുത്ത കൈകളുള്ളവളെന്നും സുവർണ മുടിയുള്ളവളെന്നും ഹോമർ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ വംശീയതയോ ചർമ്മത്തിന്റെ നിറത്തെയോ സൂചിപ്പിക്കുന്നതല്ല ഈ വിശേഷണങ്ങളെന്നാണ് നിരൂപകർ അഭിപ്രായപ്പെടുന്നത്. പുരാതന മെഡിറ്ററേനിയൻ സംസ്കാരത്തിൽ കൊട്ടാരങ്ങൾക്ക് അകത്ത് കഴിഞ്ഞിരുന്ന, വെയിലത്തിറങ്ങി ജോലി ചെയ്യാതിരുന്ന സ്ത്രീകൾക്ക് ഹോമർ നൽകിയ പൊതുവിശേഷണമാണത്രേ അത്. സ്വർണ്ണമുടി ദൈവാനുഗ്രഹമുള്ള അസാധാരണ സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്നതുമാണ്. ഇത്തരം ആഖ്യാനങ്ങളിൽ ഹെലൻ ഓഫ് സ്പാർട്ടയുടെ വംശീയത വ്യക്തമല്ല, സുപ്രധാനവുമല്ല. മെഡിറ്ററേനിയൻ സംസ്കാരം വ്യാപാരങ്ങളിലൂടെ രൂപപ്പെട്ടതായതിനാൽ വ്യത്യസ്ത സംസ്കാരങ്ങളും വംശങ്ങളും കൂടിക്കലർന്നിരുന്നുവെന്നും ചിലർ വാദിക്കുന്നുണ്ട്. അതിനാൽ ഹെലൻ ഓഫ് സ്പാർട്ട ആഫ്രിക്കൻ വംശജയായതിൽ തെറ്റില്ലെന്നാണ് ഒരു വാദം. മറുപുറത്ത് ഗ്രീക്ക് ദേവനായ സ്യൂസിന്റെയും രാജ്ഞി ലെഡയുടെയും മകളായ ഹെലൻ എങ്ങനെ ആഫ്രിക്കൻ വംശജയാകുമെന്ന വിമർശനവും ശക്തമാണ്. 2004 പുറത്തിറങ്ങിയ ട്രോയ് എന്ന ഹോളിവുഡ് ചിത്രത്തിൽ ഹെലനായെത്തി ഡയാൻ ക്രൂഗർ സൃഷ്ടിച്ച ഇമേജിന് പുറത്ത് ലൂപിതയെ എങ്ങനെ പ്രതിഷ്ഠിക്കുമെന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഫ്യൂഡൽ വ്യവസ്ഥയിൽ കറുത്ത വംശജയായ രാജ്ഞി എങ്ങനെ വന്നുവെന്നും ചോദ്യമുണ്ട്. എന്നാൽ ആവിഷ്കാരം മേക്കറുടെ ബോധ്യമാണെന്നും മറുപടികളിൽ കാണാം. യുദ്ധം തുടങ്ങി വെച്ചത് ഒരു സ്ത്രീയാണെന്നും അവളുടെ സൗന്ദര്യമാണെന്നും വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഹെലൻ ഓഫ് സ്പാർട്ടയെ അതീവ സുന്ദരി എന്ന വർണ്ണനയോടെ ഹോമർ ഒരുക്കിയതെന്നും വിമർശനമുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വാമൊഴിയായി കേട്ടുവന്ന കഥയ്ക്ക് കാലഘട്ടങ്ങൾക്ക് അനുയോജ്യമായ മാറ്റങ്ങൾ ഉണ്ടാകാമെന്നും അതൊരിക്കലും ഒരു ചരിത്രരേഖയായി കാണാനാകില്ലെന്നും നിരൂപകർ പറയുന്നു. ഇത്തരം വിമർശനങ്ങളിൽ കഴമ്പില്ലെന്ന് നോളനും പ്രതികരിച്ചു. ഒഡീസിയസായി എത്തിയ മാഡാമിനെതിരെയും അഥീന ദേവിയായി എത്തിയ സെന്തയ്ക്കെതിരെയും യൂറിലോക്കസ് ആയ ഹിമേഷ് പട്ടേലിനെതിരെയും വംശീയ വിമർശനങ്ങൾ ഉയരുകയാണ്. സൈനികനായ സിനോളായി ട്രാൻസ്പാൻ എലിയറ്റ് പേജിനെ കാസ്റ്റ് ചെയ്തതിനും നോളനെതിരെ ചോദ്യശരങ്ങളെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയായി തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച സഹനടിക്കുള്ള ഓസ്കാർ ഏറ്റുവാങ്ങിയ ലുപിത ന്യോങ്കോക്കെതിരെ ക്രൂരമായ സൈബർ ആക്രമണമാണ് നടന്നത്. അപ്പോഴും സിനിമയുമായി മുന്നോട്ടാണ് നോളനും സംഘവും.